കോഴിക്കോട് കൊയിലാണ്ടി ഗുരുദേവ കോളേജിലേക്ക് SFIയുടെ പ്രതിഷേധ മാർച്ച് പ്രിൻസിപ്പലിനെ മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് SFIയുടെ പ്രതിഷേധം. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. അഭിജിത്ത്, ഇന്നലെ പ്രിൻസിപ്പലിനെ SFI പ്രവർത്തകർ മർദ്ദിച്ചു എന്ന പരാതി, പ്രവർത്തകരെ പ്രിൻസിപ്പൽ മർദ്ദിച്ചു എന്ന പരാതി, രണ്ടു കൂട്ടർക്കുമെതിരെ പോലീസ് കേസെടുക്കുന്നു. അതിനിടയിൽ പ്രിൻസിപ്പലിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് SFIയുടെ പ്രതിഷേധം. പ്രവർത്തകർ കോളേജിനകത്തേക്ക് കയറിയോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? വിജയകുമാർ, അല്പസമയം മുൻപാണ് SFI പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. കൊണ്ട് പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. പ്രധാനമായും പ്രിൻസിപ്പലിനെതിരെ നടപടിയെടുക്കണം. ഇത്തരത്തിൽ SFI പ്രവർത്തകരുടെ കർണപുടം അടിച്ചു തകർത്ത പ്രിൻസിപ്പലിനെതിരെ കൃത്യമായ രീതിയിലുള്ള നടപടിയെടുക്കണം എന്നുള്ളതാണ് SFI പ്രവർത്തകരുടെ ആവശ്യം. അതാണ് SFI പ്രവർത്തകർ ഉന്നയിക്കുന്നത്. ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കോഴിക്കോട് കൊയിലാണ്ടി ഗുരുദേവ കോളേജിൽ ബിരുദ വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നടക്കുന്നതിനിടെ ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടായ വാക്കുതർക്കമാണ് ഈ സംഘർഷത്തിലേക്ക് നയിച്ചത്. അതിന്റെ CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ ഇന്നലെ പുറത്തു വന്നിരുന്നു. ഇതിൽ പ്രിൻസിപ്പൽ പറയുന്നത്, ഇന്ന് പ്രിൻസിപ്പൽ 24-മായി സംസാരിക്കുമ്പോൾ വ്യക്തമാക്കുന്നത്, തന്നെയാണ് പുറത്തുനിന്നെത്തിയ SFI പ്രവർത്തകർ മർദ്ദിച്ചത്, തന്നെ ക്രൂരമായ രീതിയിൽ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് എന്നാണ് പ്രിൻസിപ്പൽ സുനിൽ ഭാസ്കർ പറയുന്നത്. ഒപ്പം തന്നെ CCTV ദൃശ്യങ്ങൾ താൻ പോലീസിന് നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്ന് പോലീസിന് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാകുമെന്നും പ്രിൻസിപ്പൽ പറയുന്നു. അതേസമയം പ്രിൻസിപ്പലാണ് തങ്ങളെ മർദ്ദിച്ചത് എന്നുള്ള ഒരു പരാതിയാണ് SFI പ്രവർത്തകർ ആരോപിക്കുന്നത്. SFI ഏരിയ പ്രസിഡന്റ് അഭിനവിന്റെ കർണപുടം അടിച്ച് പ്രിൻസിപ്പൽ തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തങ്ങൾ ഈ ഹെൽപ്പ് ഡെസ്ക് ഇടുന്നതുമായി ബന്ധപ്പെട്ട തങ്ങളുടെ ആവശ്യം പ്രിൻസിപ്പലിനോട് ഉന്നയിച്ചിട്ട് മാത്രമാണുള്ളത്. പക്ഷേ പ്രിൻസിപ്പൽ തങ്ങളെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഒപ്പം ക്രൂരമായ രീതിയിൽ ഈ സ്റ്റാഫ് സെക്രട്ടറിയായ രമേശും തങ്ങളെ മർദ്ദിച്ചു എന്നുള്ള ഒരു ആരോപണം കൂടി ഈ SFI പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ ഈ രണ്ടു കൂട്ടരും നൽകിയ പരാതിയിൽ കൊയിലാണ്ടി പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ഭാസ്കറിനും ഒപ്പം സ്റ്റാഫ് സെക്രട്ടറി രമേശിനുമെതിരെ കൊയിലാണ്ടി പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൂടാതെ പ്രിൻസിപ്പൽ നൽകിയ പരാതിയിൽ കണ്ടാലറിയാവുന്ന 15 പേർക്കെതിരെയും നിലവിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കോഴിക്കോട് കൊയിലാണ്ടി ഗുരുദേവ കോളേജിലേക്കാണ് SFIയുടെ പ്രതിഷേധ മാർച്ച്. പ്രിൻസിപ്പലിനെ മാറ്റണം എന്നാവശ്യപ്പെട്ടാണ് SFI പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്.